ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ്. സാധാരണ മുറുക്ക് ഉണ്ടാക്കുന്നത് പോലെ എല്ലാവരും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയും കടലമാവും ഒക്കെ ഞാൻ അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിപ്പൊടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് കടലമാവാണ്. ഇനി 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സ്പൂണിൽ 1.5 സ്പൂണോളം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ തന്നെ 2 സ്പൂണ് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഏകദേശം നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ കരിഞ്ജീരകം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 സ്പൂണ് കരിഞ്ജീരകം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. സാധാ പച്ചവെള്ളം ചേർത്തിട്ടാണ് ഞാനത് കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നൂൽപുട്ട് അഥവാ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൽ തന്നെയാണ് ഞാൻ ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ സ്റ്റാർ ഷേപ്പിലൊരു ചില്ല് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർ ഷേപ്പിലുള്ളതാണ് ഞാൻ ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓയിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാവ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി അടച്ചു കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി കാണുന്നത് പോലെ നമ്മൾ മുറുക്കിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം മുറുക്കിൻ്റെ വലുപ്പമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് മുറിച്ച് കൊടുക്കണം. എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊരിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും ഇതേപോലെ മുറുക്കിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുറുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കണം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മുറുക്കെല്ലാം പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റിൻ്റെ താഴെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനാണ് കുറച്ച് ടൈം വേണ്ടത്. മാവ് ഉണ്ടാക്കാനും അതുപോലെ മുറുക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കറുമുറാന്ന് തിന്നാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ മറക്കണ്ട, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ബൈ.